ഇന്നലെ തൊട്ട് സോഷ്യൽ മീഡിയയിൽ കറങ്ങി നടക്കുന്ന ഒരു പോസ്റ്റ് ഉണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അമേരിക്കയ്ക്ക് പോകുന്നതിന്റെ കാരണം ചൂണ്ടിക്കാണിച്ച ഒരു പോസ്റ്റാണത്. ഇതോടെ പണി കിട്ടിയത് പക്ഷേ ഇതേ പിണറായി വിജയനെ കപ്പിത്താൻ എന്ന് വിളിച്ച് നിയമസഭയിൽ ആവേശം കൊണ്ട ആരോഗ്യമന്ത്രി വീണ ജോർജിനാണ്. കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ ഇല്ല എന്നും അതുകൊണ്ട് മകന്റെ പ്രായമുള്ള യുവാവിന്റെ ശസ്ത്രക്രിയ മുടങ്ങി എന്നൊക്കെയുള്ള പോസ്റ്റുമായി ഡോക്ടർ ഹാരിസ് സഹികെട്ട് ഒരു ഫേസ്ബുക്ക് കുറിപ്പിടുന്നത്. ഒരു ഭരണകൂടത്തോടും ഉള്ള എതിർപ്പ് മൂലമല്ല ഡോക്ടർ ഹാരിസ് ആരോഗ്യ വകുപ്പിനെതിരെ ആഞ്ഞടിച്ചത്, പകരം സഹികെട്ടും ഗതികേടുകൊണ്ടുമാണ്. പക്ഷേ മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ ഇല്ല എന്ന സത്യം വിളിച്ചു പറഞ്ഞതിന് ഡോക്ടറുടെ വീട്ടിൽ പോലീസ് റെയ്ഡ് നടത്തുകയാണ് ഉണ്ടായത്. മോദിയും പിണറായിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇതേ പിണറായിയാണ് ED റെയ്ഡ് നടത്തുന്നതിനെതിരെ ശബ്ദമുയർത്തിയിരുന്നത്. പക്ഷേ അവസരം കിട്ടിയപ്പോൾ പിണറായിയും അത് തന്നെ ചെയ്യുകയാണ്. എന്നാൽ ഇനി ഇവിടെ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം, ആരോഗ്യ വകുപ്പിന്റെ അനാസ്ഥക്കെതിരെ കേറിയിറങ്ങി തേഞ്ഞ ചെരുപ്പിന്റെ കഥ പറഞ്ഞ ഡോക്ടർ ഹാരിസ് ഒരു ഇടതുപക്ഷ അനുഭാവിയാണ് എന്നുള്ളതാണ്. നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ സ്വരാജിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഹാരിസ് തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നത്. ഇടതുപക്ഷം ഉയർത്തിപ്പിടിച്ച വാദഗതികളെ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് അദ്ദേഹം പരാജയപ്പെട്ടിട്ട് പോലും സ്വരാജിനെ വിജയിയായി പ്രഖ്യാപിക്കുന്ന തരത്തിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് ഹാരിസ് പങ്കുവച്ചത്. പക്ഷെ ആ ഇടതുപക്ഷ സഹയാത്രികൻ പോലും പറയുന്നത് ഈ ഭരണത്തിൽ സഹികെട്ടു എന്നാണ്. ഇവിടെയാണ് പിണറായി ചികിത്സയ്ക്കായി എന്തുകൊണ്ടാണ് അമേരിക്കയിൽ പോകുന്നത് എന്ന ട്രോളുകൾ നിറയുന്നത്. ആരോഗ്യരംഗത്ത് ഒന്നാമത് വലിയ നേട്ടങ്ങളാണ് നമ്മൾ കൊയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് 2026 പിണറായിയും കൂട്ടരും കടക്കുന്നത്. അതിനിടയിലാണ് ഇത്തരം ഒരു കോളിളക്കം ആരോഗ്യരംഗത്ത് നിന്ന് തന്നെ ഉണ്ടാവുന്നത്. ശൈലജ ടീച്ചറിൽ നിന്നും ആരോഗ്യ വകുപ്പ് വീണയിലേക്ക് എത്തിയപ്പോൾ ആദ്യമൊക്കെ ശൈലജ ടീച്ചറെ മാറ്റുന്നതിൽ മുറുമുറുപ്പുണ്ടായിരുന്ന ജനങ്ങൾ പക്ഷേ മാധ്യമ പ്രവർത്തകയായ വീണ ജോർജിൽ വിശ്വാസമർപ്പിച്ചു. പക്ഷേ കാര്യം കൈവിട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്നാൽ ഇവിടെ ഡോക്ടർ ഹാരിസ് മാത്രമല്ല രംഗത്ത് വരുന്നത്. വീണ്ടും ഫേസ്ബുക്ക് പോസ്റ്റുമായി N പ്രശാന്ത് IASഉം കളം നിറയുകയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ശസ്ത്രക്രിയ പ്രതിസന്ധിയിൽ സർക്കാർ നടപടികളെ വിമർശിച്ചുകൊണ്ടാണ് പോസ്റ്റ്. വിവരാവകാശത്തിന്റെ കാലത്ത് സാമൂഹിക മാധ്യമങ്ങളിൽ തുറന്നു പറയാനും എഴുതാനും പറ്റാത്ത ഒരു വിഷയവും പ്രശ്നവും ഇല്ല എന്നാണ് N പ്രശാന്ത് പോസ്റ്റിൽ കുറിച്ചിരിക്കുന്നത്. സർക്കാർ ഉദ്യോഗസ്ഥരും മനുഷ്യരാണ്. ഫണ്ടില്ലാതെ ബിരിയാണി വെക്കാനും ഉപകരണമില്ലാതെ ഓപ്പറേഷൻ ചെയ്യാനും ബുദ്ധിമുട്ടാണ്. കൊളോണിയൽ ഹാങ് ഓവർ മാറാത്തവർക്കും രാജഭരണ വൈബ്സ് കൊണ്ട് നടക്കുന്നവർക്കും പ്രശ്നപരിഹാരമില്ല. ഇമേജ് സംരക്ഷണവും നാവടപ്പിക്കലുമായിരിക്കും പരമപ്രധാനമെന്നും N പ്രശാന്ത് കുറിക്കുന്നുണ്ട്. ഡോക്ടർ ഹാരിസ് ചെറക്കലിന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ ചർച്ച പുരോഗമിക്കവെയാണ് N പ്രശാന്തിന്റെ പ്രതികരണം. എന്നാൽ അതേസമയം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയ പ്രതിസന്ധി സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നാണ് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ഇപ്പോഴും പറയുന്നത്. വിഷയം DMEയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഷെഡ്യൂൾ ചെയ്തതിൽ ഒരു ശസ്ത്രക്രിയ മാത്രമാണ് നടക്കാതിരുന്നത്. അത് സാങ്കേതിക പ്രശ്നം കൊണ്ടാണ് എന്നാണ് മനസ്സിലാവുന്നത്. ശസ്ത്രക്രിയ പ്രതിസന്ധി സംബന്ധിച്ച തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് യൂറോളജി വിഭാഗം തലവൻ ഡോക്ടർ ഹാരിസ് ചെറക്കലിന്റെ ആരോപണം സമഗ്രമായി അന്വേഷിക്കണമെന്നുമാണ് മന്ത്രി പറയുന്നത്. പക്ഷേ അതേസമയം മറുവശത്ത് റെയ്ഡും നടക്കുന്നുണ്ട് എന്നോർക്കണം.